ആഘോഷങ്ങളുടെ നാട് മുതൽ ആവേശങ്ങളുടെ നാടുവരെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ വിശ്വാസം, 54-ലധികം വിജയകരമായ പ്രോജക്റ്റുകൾ. ഒറ്റയ്ക്കല്ല, ഒന്നായി ഒരുമിച്ച് ജീവിക്കാം. വീടാണ് വിശ്രം. വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്തെ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധയപ്പെടുത്താനുള്ളത് സോളാർ ഫെൻസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ 100 ദിന കർമ്മ പരിപാടിയിൽ 3 ടയർ സംരക്ഷണമാണ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിംഗ്, മറ്റൊന്ന് ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ്, മറ്റ് 5 ലൈൻ ഫെൻസിംഗ്. ഇത്തരത്തിലൊരു 3 ടയർ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാം എന്നുള്ളതല്ല, എവിടെയാണ് അതിന്റെ ആവശ്യകത എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമീപനമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ വകുപ്പുകളും പരസ്പരം സഹകരണത്തോടെ പ്രവർത്തിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. സമീപകാലത്ത് നിർത്തലാക്കിയ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കർഷക പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും വിഷയത്തിന്റെ ഗൗരവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകി. കൂടാതെ കൃഷി വകുപ്പുമായി സഹകരിച്ച് അകമല, ചേപ്പിലക്കോട് പ്രദേശങ്ങളിൽ സോളാർ ഫെൻസിംഗ് മെയിൻ്റനൻസ് നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കർഷകർ ഉന്നയിച്ച ആശങ്കകൾക്കും സംശയങ്ങൾക്കും വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് യോഗത്തിൽ മറുപടി നൽകി. വന്യജീവി ഭീഷണി നേരിടുന്ന കർഷകർക്ക് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP മദനൻ, PG സനീഷ്, വിവിധ കൗൺസിലർമാർ, കൃഷി, റവന്യൂ, വെറ്ററിനറി, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും കർഷക പ്രതിനിധികളും പങ്കെടുത്തു. You are watching VCV News.